ഹായ് ഗൈസ്, ഞാനെത്തിയിട്ടുള്ളത് ദി ഹിഡൻ ഹിന്ദു എന്ന ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് നമ്മുടെ ബുക്ക് റിവ്യൂവിന്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എനിക്ക് ചിലതൊന്നും മനസ്സിലായില്ല. ഇത് ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് നോളജ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ പോലും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. കാരണം ഈ ബുക്കിൽ കുറച്ചുകൂടി ടഫായുള്ള ഒരു ഇംഗ്ലീഷ് ആയിരുന്നു, ബിഗിനേഴ്സിനൊന്നും വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മലയാളം വാങ്ങിയെന്ന് കണ്ടപ്പോൾ, അതായത് മലയാളം എത്തിയെന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. എന്തൊക്കെ ഗൂസ്ബംസ് മൊമെന്റുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ലാണ്ട് എനിക്ക് ആ ഒരു കിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കഥയിലേക്കുള്ളൊരു പോലെ ഒരു ചെറിയൊരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് എൻഗേജ് ഫാക്ടർ തോന്നില്ലേ, പക്ഷെ അത് എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു മലയാളത്തേക്ക് വിവർത്തനം ചെയ്തത് ഇതൊരു ഇംഗ്ലീഷ് ബുക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേ തന്നെയാണ് ഈ ഒരു ഓതർ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ട്രാൻസ്ലേഷനൊക്കെ 2 എപ്പിസോഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇതിന്റെ ഓതർ എന്നൊക്കെ. ഇത് എഴുതിയിട്ടുള്ളത് അക്ഷത് ഗുപ്തയാണ്. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത്, അത് മലയാളത്തേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഹരിദാസ് CK എന്ന ഓതറാണ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണെന്ന് എനിക്കറിയാം. മഞ്ജുൽ പബ്ലിഷിംഗ് ഹൗസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹം, ഈ ഒരു അക്ഷത് ഗുപ്ത എന്ന വ്യക്തി, ബോളിവുഡിൽ തിരക്കിട്ട ഒരു തിരക്കഥാകൃത്തും കവിയും ഗാനരചയിതാവുമാണ്. അപ്പോൾ ചില്ലറക്കാരനല്ല, നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബുക്കിനെ വെച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ബുക്കിന്റെ മേജർ കൺസെപ്റ്റിനെ വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ, ആനന്ദ് നീലകണ്ഠൻ, നിങ്ങൾക്ക് ഇപ്പോൾ കുറേയധികം ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ആനന്ദ് നീലകണ്ഠൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതാണ് ഈ ഒരു അസുര, അതുപോലെ തന്നെ അജയ, അങ്ങനെ ബാഹുബലി സീരീസ് ഉണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹുബലി സീരീസ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ബുക്ക് നമുക്ക് റിവ്യൂ ഇടാം, അത് വായിച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ബുക്ക് എന്താണെന്നുള്ളതിനെ പറ്റി. കാലാതീതമായ ഹൈന്ദവ പുരാണങ്ങൾ സയൻസ് ഫിക്ഷനുമായി ഒത്തുചേരുന്ന അനിഷേധ്യമായ കൃതി എന്നാണ് ഇതിനെ ആനന്ദ് നീലകണ്ഠൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ എൻഗേജിങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ത്രില്ലിംഗ് മോഡിലുമാണ് ഇത് കഥ പറഞ്ഞു പോകുന്നത്. ഇതിൽ മേജറായിട്ട് ഓം ശാസ്ത്രി എന്നൊരു കഥാപാത്രം ഉണ്ട്. അദ്ദേഹമാണ് ഈ ഒരു ബുക്കിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഹിന്ദു മിത്തോളജിയിൽ വരെ ഇവന്റ്സിനെ വെച്ചിട്ടുള്ള റെഫറൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. ഇത് ബുക്കിനെ പറ്റി, ഇത് ബുക്കിന്റെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. പൊന്നോ, എനിക്ക് കൈ നിർത്തുക ഒന്നുമില്ല, അത്രയ്ക്ക് എന്നുവെച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. എൻ്റെ ഒരു സീരീസ് കണ്ട് തീർന്ന ഒരു ഫീൽ ആയിരുന്നു ഈ ബുക്ക് വായിച്ചു തന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ആൻഡ് ഇതിൽ ടോട്ടലായിട്ടുള്ളത് 15 ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ബുക്ക് വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ സൈഫൈ ജോണറും അതുപോലെ തന്നെ മിത്തോളജിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബുക്ക് ഉറപ്പായി എടുക്കുക. ക്ലൈമാക്സിലത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇതുവരെ മനസ്സിൽ പോയിട്ടില്ല. അത്രയ്ക്ക് ഗംഭീര ട്വിസ്റ്റൊക്കെ. ഇതാണ് ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു ബുക്ക് വളരെയധികം അടിപൊളിയാണ്. ഈ ഒരു ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 8.6 ഔട്ട് ഓഫ് 10 ആണ്. ഈ ബുക്ക് നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട, ഇത് മസ്റ്റ് റീഡ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മസ്റ്റ് റീഡ് ആണ് ഗൈസ്, മസ്റ്റ് റീഡ്. അപ്പോൾ ഈ ഒരു ബുക്കിന് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, അത് ഇതിന്റെ പ്രിന്റിങ് തന്നെയാണ്. അതായത് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ള പ്രിന്റിങ് ഇപ്പോൾ കൂട്ടക്ഷരൊക്കെ ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ദി ഹിഡൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ഈ വാക്ക് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കുക. മലയാളത്തിൽ ഒരു പഴയ രീതിയിലൊക്കെയാണ് അത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോ. ഇത് തന്നെയാണ് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലും കണ്ടത്. അപ്പോ അത് ഇപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെയായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി നല്ല രീതിക്ക് ഇവർക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് ബാക്കിയുള്ള ബുക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ പ്രിന്റിങ് നോക്കുകയാണെങ്കിൽ മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴുള്ള പ്രിന്റിങ് ഇങ്ങനെയല്ല. അതായത് നല്ലൊരു രീതിക്ക് തന്നെയാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ മെലുഹിയുടെ ചിരഞ്ജീവികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ
രാമൻ ഇഷാക്ക് വംശത്തിൻ്റെ യുവരാജാവ് അല്ലെങ്കിൽ ബാഹുബലി സീരീസ് ആയിക്കോട്ടെ, ഇതൊന്നും ഇങ്ങനത്തെ ഒരു രീതിക്കല്ല പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടാണ് പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. മാത്രമല്ല അതൊരു മലയാളം ബുക്ക് വായിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ബുക്കിനെ വെച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു ബുക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. നിങ്ങൾ സൈഫൈ അതുപോലെ തന്നെ മിത്തോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഇതിൻ്റെ രണ്ടെണ്ണത്തിന് മെർജിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഒരു സിനിമയൊക്കെ കണ്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ബുക്ക് വായിച്ചിരിക്കണം എന്ന് ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.